ഒരു വീട്ടമ്മയ്ക്ക് വെള്ളം കോരുവാനായി 2 കുടങ്ങളുണ്ടായിരുന്നു. കുടങ്ങളിൽ ഒരെണ്ണം ഒരു ഓട്ടക്കുടവും രണ്ടാമത്തേത് നല്ല കുടവുമായിരുന്നു. വെള്ളം കോരി വീട്ടിലെത്തുമ്പോഴേക്കും ഓട്ടക്കുടത്തിലെ വെള്ളം പകുതിയിലധികവും വഴിയരികിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വീട്ടമ്മ ആ ഓട്ടക്കുടത്തെ വിളിച്ചിരുന്നത് ഉപയോഗശൂന്യമായ കുടമെന്നാണ്. കാലം കടന്നുപോയി, വരൾച്ചയുടെ കാലമെത്തി. പ്രകൃതിയിലെ വൃക്ഷലതാദികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു. അന്ന് വെള്ളം കോരാൻ പോയപ്പോഴാണ് വീട്ടമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പ്രകൃതിയിലെ മറ്റ് സസ്യലതാദികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുമ്പോഴും ഓട്ടക്കുടം സഞ്ചരിച്ചിരുന്ന വഴിയരിക് പച്ചപ്പ് നിറഞ്ഞതായിരുന്നു. അവിടെ ചെറിയ ചെറിയ ചെടികളും പൂക്കളും കൊണ്ട് അത് ഭംഗിയായി ആ വഴിയരിക് അലങ്കരിച്ചിരുന്നു. അന്ന് വീട്ടമ്മ തിരിച്ചറിഞ്ഞു, ഓട്ടക്കുടം ദാഹമകറ്റിയത് എൻ്റേത് മാത്രമല്ല, അത് സഞ്ചരിച്ചിരുന്ന വഴിയരികിലെ സസ്യലതാദികളുടെ കൂടിയായിരുന്നുവെന്ന്. പ്രിയരെ, നമുക്ക് ഒരുപക്ഷെ മറ്റുള്ളവരെ ഉപയോഗശൂന്യരായി തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ ആരെയും ദൈവം ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചയച്ചിട്ടില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ അവരിലെ നന്മയും കഴിവും കാണുവാൻ നമ്മുടെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് അവർ ഉപയോഗശൂന്യർ എന്ന് നാം വിധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ കുറവുകളാണ് പ്രകൃതിയിലെ പലയിടങ്ങളും പല ജീവിതങ്ങളും പച്ചപ്പ് നിറഞ്ഞതായി മാറുന്നത്. ആകയാൽ ഇന്ന് നമുക്ക് മറ്റുള്ളവരാരെയും ഉപയോഗശൂന്യരെന്ന് വിളിക്കാതിരിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മിലെ ചില കുറവുകളെ ഓർത്ത് നമ്മൾ നിരാശരായി പോവുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ചില കുറവുകളാണെന്നേ നമ്മളെ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ പച്ചപ്പ് നിറഞ്ഞവരാക്കി മാറ്റാൻ സഹായിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു.